കൂട്ടുകാരെ എല്ലാവർക്കും സുഖല്ലേ? ഭാമിക ഷിബി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ നമ്മുടെ കർക്കിടക മാസം തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി. കർക്കിടക മാസം തുടങ്ങുമ്പോൾ എല്ലാരും കർക്കിടകത്തിൽ മുതിര അങ്ങനത്തെ എല്ലാ സാധനങ്ങളും അതേപോലെ ഉലുവച്ചോറൊക്കെ ഉണ്ടാക്കുന്ന സമയമാണ്. അപ്പൊ ചില അമ്മമ്മമാരൊക്കെ കർക്കിടക മാസത്തില് താള് വെച്ചിട്ട് കറി ഉണ്ടാക്കുക, അല്ലെങ്കിൽ താളും കഷ്ണങ്ങളൊക്കെ വെച്ചിട്ട് പുഴുക്കൊക്കെ ഉണ്ടാക്കാറുണ്ട്. നമ്മളൊന്ന് അതേപോലെ നമ്മളെ അമ്മമ്മയൊക്കെ ഉണ്ടാക്കി തരുന്ന ഒരു പുഴുക്കുണ്ട് താളൊക്കെ വെച്ചിട്ട്. അതേപോലെ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോവാണ്. അതെങ്ങനെയെന്ന് കാണാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഷെയറും ലൈക്കും കമന്റും ചെയ്യാനും ആരും മറന്നു പോകരുത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. നമ്മളുടെ ചേമ്പിൻ താളി മുരിങ്ങാക്കോലിന്റെ ഒക്കെ തൊലി ചീന്തി കളയുന്ന പോലെ നന്നായിട്ട് അതിന്റെ തൊലിയൊക്കെ ചീന്തി എടുത്തിട്ട് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ട് വെള്ളത്തിലിട്ട് വെച്ചതാണ്. അത് താള് നമ്മൾ കുറച്ച് തോനെ എടുക്കണം. പിന്നെ കപ്പ വേണം. പിന്നെ എല്ലാ കഷ്ണങ്ങളും കുറച്ച് മതി. അപ്പൊ നമ്മളൊരു വലിയൊരു കപ്പേന്റെ ഒരു പകുതിയോളം നന്നായിട്ട് ചെറുതായി കൊത്തി നുറുക്കിയിട്ട് കഴുകി വെച്ചതാണ്. പിന്നെ കുറച്ച് കർമൂസ വേണം, പച്ചക്കർമൂസ്. കർമൂസ് ഇവിടെ നമ്മൾ കർമൂസ് എന്നാ പറയാ, പപ്പായ എന്ന് പറയും. കർമൂസ് നമ്മൾ ഒരു ബൗള് കർമൂസ് ഇതേപോലെ ചെറുതായി നുറുക്കിയെടുത്തതാണ്. അതുപോലെ മത്തൻ എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം മത്തൻ എടുത്തിട്ടുണ്ട്. മത്തൻ ഇടുമ്പോൾ ചിലവർ വിചാരിക്കും മധുരമായി കറി, ഒരു മധുരം വരുന്നേ. മധുരം ഒന്നും ആവില്ല. നമ്മൾ ചെറിയൊരു കഷ്ണം മത്തൻ എടുത്താൽ മതി. അതുപോലെ ചേമ്പും എടുത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ എല്ലാം ഓരോ ബൗൾ ഓരോ അളവിനാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഓരോ ബൗള് അളവിനാണ് എടുത്തിട്ടുള്ളത്. ഒരു ബൗള് ചേമ്പും എടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു പീസ് ചേനി. അതുപോലെ നമ്മൾ കുറച്ച് ചെറുപയർ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചതാണ്. ചെറുപയർ കൂടുതൽ വേണ്ടവർക്കാണെങ്കിൽ കൂടുതൽ എടുക്കാം. നമ്മളിവിടെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് നമ്മൾ തേങ്ങ, പിന്നെ ഒരു 3-4 പച്ചമുളക്, 2-3-4 ഇല്ലി ചെറിയ ഉള്ളിയും കുറച്ച് ചെറിയ ജീരകവും വേണം. അത് നന്നായിട്ടൊന്ന് അരിഞ്ഞു പോവരുത്, ഒന്ന് ഒതുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും കഷ്ണങ്ങളാണ് നമ്മുടെ താള് പുഴുക്കിനായിട്ട് വേണ്ടത്. ഇതൊരു പുഴുക്കെന്നല്ല, ഒരു കുഴമ്പ് പോലത്തെ ഒരു കറി. നമ്മൾ ചോറിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കറി. ഞങ്ങളെ ഇവിടുത്തെ അമ്മമ്മയൊക്കെ ഉണ്ടാക്കി തരുന്ന ഇങ്ങനത്തതാണ്. നമ്മൾ ഇത്രയും സാധനങ്ങളാണ് ഇതിനായിട്ട് വേണ്ടത്. നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാന്ന് കാണാം. നമുക്കിതാ കുക്കറിലേക്ക് ചെറുപയർ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതേപോലെ ഇതിലേക്ക് ചെറുപയറിലേക്ക് നമ്മൾ ചേമ്പ് ഇട്ട് കൊടുക്കണം. കുറച്ച് വേവ് വേണ്ട കഷ്ണങ്ങൾ നമ്മൾ കുക്കറിലിട്ട് വേവിച്ചെടുക്കണം. ചേമ്പും കപ്പയും അതുപോലെ കർമൂസ്, ചേന, ഇത്രയും സാധനങ്ങൾ നമുക്ക് കുക്കറിൽ ഇട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ. താളും മത്തനും പെട്ടെന്ന് വെന്തിട്ടും, അതുകൊണ്ട് നമ്മൾ കുക്കറിൽ ഇടുന്നില്ല. ഇത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ചേർത്ത് കൊടുത്താൽ നമ്മൾ താളും മത്തനും വേവിക്കുമ്പോ ഉപ്പ് കുറച്ചിടണം. അപ്പൊ നമ്മൾ ഇതിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഉപ്പ് ചേർത്താലേ കഷ്ണങ്ങളിലൊക്കെ ഒന്ന് ഉപ്പ് പിടിക്കുള്ളൂ. അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒരു 2-3-4 വിസിൽ അടുപ്പിച്ചെടുക്കാം. നമ്മളിതാ കുക്കറിലെ കഷ്ണങ്ങളെല്ലാം വേവിക്കാൻ വെച്ചിട്ടുണ്ട്. 2-3-4 വിസിൽ അടിക്കട്ടെ. നമ്മൾ ഈ കർക്കിടക മാസത്തിൽ എല്ലാവരും ചേമ്പിന്റെ താളൊക്കെ ചിലപ്പോ ചൊറിയുന്നേ. കർക്കിടക മാസത്തിൽ അമ്മയൊക്കെ പറയും ഈ താളങ്ങനെ ചൊറിയില്ല. നമുക്കിതാ കുക്കറിൽ കഷ്ണങ്ങളൊക്കെ വേകുമ്പോഴത്തേക്ക് നമുക്ക് ചട്ടിയിലിട്ടിട്ട് താളൊന്ന് വേവിച്ചെടുക്കാം. താഴത്തെ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് മത്തനും കൂടെ ഇട്ട് കൊടുക്കാം. മത്തൻ പെട്ടെന്ന് വെന്ത് പോകും. അതാട്ടെ നമ്മൾ താളിന്റെ കൂടെ ഇട്ടിട്ട് വേവിക്കുന്നത്. താളും മത്തനും പെട്ടെന്ന് തന്നെ വെന്തിട്ടും. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്ക് ഈ താളിലും കൂടെ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. താളിൽ കുറച്ച് വെള്ളം വരും. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. നമുക്കിതിലേക്ക് അരപ്പൊന്ന് അരച്ചെടുക്കാം. എന്നിട്ട് തേങ്ങയും ചെറിയ ജീരകവും ചെറിയ ഉള്ളി പച്ചമുളകും കൂടെ ഒന്ന് ഒതുക്കിയെടുക്കാം. അരിഞ്ഞു പോവരുത്, നന്നായിട്ടൊന്ന് ഒതുക്കിയെടുത്താൽ മതി. പച്ചമുളക് ഒന്ന് പൊട്ടിച്ചിട്ടിട്ട് കൊടുക്കാം. ഒന്ന് ചതച്ചെടുക്കാം.
എന്നിട്ട് നമ്മള് അരപ്പൊന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടെ ഒന്ന് ഒതുങ്ങി കിട്ടിയാൽ മതി. നല്ലോണം അരിഞ്ഞു പോവരുത് കേട്ടോ, അതിന്റെ പേസ്റ്റ് പോലെ അരയരുത്, ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. നമ്മുടെ താളും മത്തനും കൂടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് വേവണം കേട്ടോ, മത്തനൊന്നും കൂടെ വേവണം. താള ഏകദേശം വെന്ത് വരുന്നുണ്ട്. നമ്മൾ കുക്കറിലുള്ള കഷ്ണങ്ങളൊക്കെ ഒരു 3 വിസിൽ അടുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് വിസിലൊന്ന് നേര് പോകാനായിട്ട് വെച്ചിട്ടാണ്. ഇവിടെ താളും മത്തനും കൂടി വേവിക്കാൻ വെച്ചിട്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. താളൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. മത്തനും ഇതാ വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുക്കറിൽ വേവിച്ച കഷ്ണങ്ങളും കൂടി ഇതിലേക്ക് ചേർക്കാം. കുക്കറിൽ നന്നായിട്ട് പയറും ഇതെല്ലാം കൂടി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ കൂടി നമുക്ക് ഈ ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. നമുക്ക് ഈ കഷ്ണങ്ങളെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. നമ്മൾ വെന്ത കഷ്ണം കുക്കറിന് ഞാൻ ഉടച്ചിട്ടില്ലായിരുന്നു. ഇപ്പൊ നമുക്ക് ഈ എല്ലാം കൂടെ കൂട്ടിയിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ഉടച്ചു കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അരപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കാം. അധികം വെള്ളം ഒഴിക്കണ്ട കേട്ടോ, വെള്ളം ഒഴിച്ചാൽ കറി പോലെ ആവും. നമുക്കൊരു കുറുങ്ങനുള്ളൊരു പുഴുക്ക് പോലെയാണ് വേണ്ടത്. അരപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ ഇനി വേവിച്ചാൽ മതിയെ. ഈ ഊട്ടി വെക്കുമ്പോ വെള്ളം കുറവായത് കൊണ്ട് പെട്ടെന്ന് അടി പിടിക്കും. നമ്മൾ കർക്കിടക മാസത്തിലൊക്കെ ഇങ്ങനെ താളും ഈ ചേമ്പും ചേനയും എല്ലാം കൂടെ ഇട്ടിട്ട് ഇങ്ങനെ പുഴുക്കാക്കി കഴിക്കുന്നത് നല്ലതാണ്. ഇങ്ങനെ ഭയങ്കര തണുപ്പും മഴയൊക്കെ ഉള്ള സമയം കൊണ്ട് ചൂടുള്ള ഇങ്ങനെ പുഴുക്കൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. നമ്മളല്ലാത്ത സമയത്ത് ഇങ്ങനെ പച്ചക്കറികൾ ഇതൊക്കെ ഇങ്ങനെ കഴിക്കാൻ മടിയുള്ളവരാകുമ്പോൾ ഇങ്ങനത്തെ പുഴുക്കൊക്കെ നല്ല ടേസ്റ്റ് അങ്ങനെ കഴിക്കാനായിട്ട്. അപ്പൊ കുറച്ച് പച്ചക്കറിയൊക്കെ നമുക്ക് ഇങ്ങനെ കഴിച്ചും പോവും. ഇനി ഇതൊന്ന് തിളക്കട്ടെ. കുറച്ച് ഉപ്പിന്റെ കുറവുണ്ട്, കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ എല്ലാ കഷ്ണങ്ങളും കൂടെ ഇങ്ങനെ ഉടഞ്ഞു വരണം. ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് താളിച്ച് വെക്കാം. നമുക്കത് താളിച്ച് വെക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് ചൂടായി വരട്ടെ. നമ്മൾ താളിച്ച് വെക്കുമ്പോ ഓയിലിൽ ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ, വെളിച്ചെണ്ണ തന്നെ എടുക്കണം. നമ്മളിങ്ങനത്തെ നാടൻ കറികൾക്കൊക്കെ വെളിച്ചെണ്ണ തന്നെ വേണം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോ നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇങ്ങനെ താളിച്ച് ഒഴിക്കാത്തവരാണെങ്കിൽ മേലെ കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. കറിവേപ്പിലയും താളിച്ച് ഒഴിക്കണമെന്നില്ല. ഇവിടെ ഈ താളുപുഴുക്ക് ഇങ്ങനെ തിളച്ച് വരുമ്പോ തന്നെ ഇവിടെ ഫുള്ള് നല്ലൊരു മണാണ്. കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ്. നമുക്ക് ഇതിലേക്ക് നമ്മള് കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ താളുപുഴുക്കില് നമുക്ക് വേണമെങ്കിൽ ഉണ്ണിത്തണ്ടും
ചക്കക്കുരും കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാൻ അതില്ലാത്തതുകൊണ്ടൊക്കെ ചേർക്കാത്ത. അതും കൂടി ചേർത്താല് ഒന്നുകൂടെ ടേസ്റ്റ് നല്ലതായിരിക്കും. നമ്മുടെ അമ്മമ്മമാര്, ഞങ്ങളെ അച്ഛമ്മയും അമ്മമ്മയൊക്കെ ഉണ്ടാക്കി തന്ന കറിയാണിത്. ഇത് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആണ്. ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒരു വട്ടെങ്കിലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യാൻ ആരും മറക്കരുത്. നല്ല രുചിയുള്ള നമ്മുടെ താളുപുഴുക്ക് ഇതവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒരൊറ്റ പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് കമന്റ് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പൊ ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.